ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്ന സന്തോഷം വേറെ ഒന്നും കൊണ്ടല്ല, ഫസ്റ്റ് പർച്ചേസിൻ്റെ വിജയം കൊണ്ടുള്ള സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സെക്കൻഡ് പർച്ചേസ് ബാംഗ്ലൂരിലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോയത് ചിക്പേട്ടിലോട്ടാണ്. നമ്മൾ അവിടെ എത്തിയത് നേരത്തെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഷോപ്പുകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെയുള്ള നടത്തം മൊത്തം ഓരോ ഊടുവഴികളിലൂടെയായിരുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഏജന്റ് ഒരു കാർഡുമായി വന്നത്. എന്താ ഏതോ ഒന്നും അറിയാണ്ട് അയാൾ പോകുന്ന വഴിയിലൂടെ ഞങ്ങളും അങ്ങ് പോയി. ആദ്യമൊന്നും ഭയന്നെങ്കിലും പിന്നീട് നല്ല ഹോൾസെയിൽ ഷോപ്പിലോട്ടായിരുന്നു അയാൾ കൊണ്ടുപോയത്. കോഴിക്കോടിനേക്കാൾ വില കൂടുതലായിരുന്നു ഇവിടെ. പക്ഷെ കളക്ഷൻ്റെ കാര്യത്തിൽ ബാംഗ്ലൂർ തന്നെയായിരുന്നു ബെറ്റർ. അങ്ങനെ അവിടുന്ന് കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞ് വേറൊരു ഷോപ്പിലോട്ടായിരുന്നു ഞങ്ങൾ പോയത്. കളക്ഷൻ്റെ കാര്യത്തിൽ എല്ലാ ഷോപ്പും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും തുണിയുടെ കാര്യത്തിൽ പറ്റിക്കപ്പെടാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധയോടെയായിരുന്നു ഓരോ പർച്ചേസിങ്ങും. പക്ഷെ ഭാഷയുടെ കാര്യത്തിൽ അട്ടം നോക്കി വെക്കലായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ ഓരോ പർച്ചേസ് കഴിയുമ്പോഴും ഓരോ ഏജന്റുമാർ നമുക്കായി റോഡിലുണ്ടായിരുന്നു. പക്ഷെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടായിരുന്നു നമ്മളുടെ മുൻപോട്ടുള്ള യാത്ര. അങ്ങനെ ഓൾമോസ്റ്റ് ബാംഗ്ലൂർ പർച്ചേസൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ ഒന്ന് ചുറ്റിക്കറങ്ങി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങി. പർച്ചേസ് ചെയ്ത ഐറ്റംസ് ഒക്കെ ഇവരെടുക്കാനുള്ളത് കൊണ്ട് എനിക്ക് അധിക ഭാരമൊന്നും എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ വിചാരിച്ച ടൈപ്പ് ഡ്രസ്സുകൾ കിട്ടിയത് കൊണ്ട് തന്നെ ഈ പർച്ചേസും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ നാട്ടിലോട്ട് മടങ്ങി.